അന്ത്യനാൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്, നിങ്ങളുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, നിങ്ങളുടെ ദീനീ ബോധത്തിനോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാൻ കഴിയാത്ത പല ട്രെൻഡുകളും നിങ്ങൾക്ക് കാണേണ്ടി വരും. പല ട്രെൻഡുകളും ലോകത്ത് വരും. ഞാൻ പേടിക്കുന്ന വലിയൊരു ട്രെൻഡ് ടാറ്റു ട്രെൻഡാണ്, പച്ചകുത്തുന്ന ട്രെൻഡ്. നമ്മുടെ കുട്ടികളെ ദേഹത്തൊക്കെ അത് കാണാൻ തുടങ്ങുമോ എന്ന് വല്ലാണ്ട് പേടിക്കുന്നുണ്ട്. ഇപ്പോൾ വളകളും ചരടും അതൊക്കെ ആയി തുടങ്ങി. മന്ത്രിച്ചൂരി കെട്ടിയെന്നല്ലേ ഈ പറയണത്, വെറുതെ മോഡലിൽ എന്തൊക്കെയോ വാരിക്കോരിക്കെട്ട പല ചെയിനുകൾ കഴുത്തിൽ, കൈകളിൽ വളകൾ, കാതുകുത്തുന്നത്, മൂക്കുകുത്തുന്നത്, പെൺകുട്ടികളെ പോലെ കാലിൽ പാദസരിട്ട് നടക്കുക, കാലിൽ വിരലുമ കൊണ്ടിട്ട് മോതിരിടുക, ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടികളുടെ കളികളൊക്കെ ആൺകുട്ടികൾ കളിക്കാൻ തുടങ്ങുക, ആൺകുട്ടികളുടെ ചില കളികളൊക്കെ പെൺകുട്ടികളും, ഇങ്ങനെയൊക്കെയുള്ള ചില സംസ്കാര ശൂന്യത എന്ന് പുണ്യനിബിധങ്ങൾ പറഞ്ഞത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ. അല്ലാഹു ഈ സമൂഹത്തിന് ബോധം നൽകട്ടെ. ഇത്തരം ട്രെൻഡുകൾ ആരാണോ തുടങ്ങി വെക്കുന്നത് അവരെ കോപ്പിയടിച്ച് പിന്നിൽ വരുന്ന മുഴുവൻ ആളുകളുടെയും കുറ്റം ഈ തുടങ്ങി വെച്ച ആളുകൾക്കുണ്ടാവും. ആണ് പെണ്ണാകുന്ന പരിപാടിയും, ആണും കല്യാണം കഴിക്കുന്നതും, പെണ്ണും കല്യാണം കഴിക്കുന്നതും, ഇതൊക്കെ ഒരു അച്ചടക്കമുള്ളൊരു സമൂഹത്തിൽ ആരതിനെ ബ്രേക്ക് ചെയ്തുവോ, ആരാണോ ഈ നോംസിനെ ബ്രേക്ക് ചെയ്തത്, അത് പുരോഗമനവാദം. ചെറുപ്രായല്ലേ, മക്കൾക്ക് വലിയ ബോധമൊന്നുണ്ടെന്ന ബോധവും വിവരവുമുള്ള പണ്ഡിതരോ ജ്ഞാനമുള്ള ആളുകളോ പറഞ്ഞു ഒന്ന് റെസ്പെക്റ്റെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തൗഫീഖ് അല്ലാഹു കൊടുത്തതിന്. അറഗൻസാണ് അവരൊക്കെ. ആരാ പറയാൻ? അവരൊക്കെ വാദത്തിനെതിരാണ്, അവർക്ക് ലോകം തിരിയില്ല, അവർ അപ്ഡേറ്റഡ് അല്ല. ഓക്കെ, ആരൊക്കെ ഈ പരിപാടി തുടങ്ങി വെക്കുന്നുണ്ടോ അവരെ പിൻപറ്റി ആരൊക്കെ ഇത് ഖിയാമത്ത് നാൾ വരെ ഈ സമൂഹത്തിൽ ഇത്തരം നിലപാടുകളുമായി മുന്നോട്ട് വരുമോ, ഈ തുടങ്ങി വെച്ചവർക്ക് മുഴുവൻ ആളുകളുടെയും കുറ്റത്തിൻ്റെ സമാനമായ കുറ്റം ഇവരുടെ ചുമലിൽ ചാർത്തപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ ഉമ്മത്തിൽ ഹബീബിൻ്റെ ഉമ്മത്താണിത്. ആ ഉമ്മത്തിൻ്റെ സുശക്തമായ, സുഭദ്രമായ, മനോഹരമായ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ആ മതിലിൽ ആദ്യത്തെ വിള്ളലുകൾ ഉണ്ടാക്കിയവരാരോ അവർക്ക് അവരുടെ പിറകെ വരുന്ന ആളുകളുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും.